എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ ഡിസംബർ 21 തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. നാളെ റേഷൻ കാർഡുള്ളവർക്ക് ആനുകൂല്യം ലഭിക്കുന്ന സപ്ലൈകോയുടെ ക്രിസ്മസ് വിപണി ആരംഭിക്കുകയാണ്. അതുപോലെ തന്നെ കൺസ്യൂമർ ഫെഡിൻ്റെ വിപണിയും തുടങ്ങാനിരിക്കുകയാണ്. നാളെ മുതൽ പെൻഷൻ ലഭിക്കും ഉത്തരവ് വന്നിട്ടുണ്ട്. ഇത് ഉൾപ്പെടെയുള്ള അറിയിപ്പുണ്ട്. ആദ്യം മറ്റ് ചില അറിയിപ്പുകളാണ് പറയുന്നത്. കോവിഡുമായി ബന്ധപ്പെട്ട അറിയിപ്പ് നോക്കാം. കോവിഡ് കേസുകൾ വർദ്ധിക്കുന്നതിലും പുതിയ വകഭേദമായ JN.1 കണ്ടെത്തിയതിലും ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്നും, എന്നാൽ മുൻകരുതൽ നടപടികളിൽ ഒരു വീഴ്ചയും പാടില്ല എന്നും കേന്ദ്ര ആരോഗ്യമന്ത്രി മൻസുഖ് മാണ്ഡവ്യ വ്യക്തമാക്കി. സംസ്ഥാനത്ത് കോവിഡ് കേസുകൾ കുതിച്ചുയരുകയാണ്. കോവിഡ് ബാധിച്ച് ഇന്ന് 2 പേർ മരിച്ചു. ഇന്നലെ സംസ്ഥാനത്ത് 292 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ രോഗികളുടെ എണ്ണം 2000 കടന്നു. 2041 ആക്റ്റീവ് രോഗികളാണ് സംസ്ഥാനത്തുള്ളത്. ഇതിനിടെ വീണ്ടും കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ കേന്ദ്രമന്ത്രി വിളിച്ചു ചേർച്ച യോഗത്തിൽ കേരളത്തിലെ സാഹചര്യം ആരോഗ്യ മന്ത്രി വിശദീകരിക്കും. കോവിഡ് കേസുകളിൽ വർധനവുണ്ട് എങ്കിലും നിയന്ത്രണ വിധേയമാണ് എന്നാണ് കേരളത്തിന്റെ വിലയിരുത്തൽ. ഒമിക്രോൺ വകഭേദം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ മുൻകരുതൽ നടപടികൾ ശക്തമാക്കിയിരിക്കുകയാണ് എന്ന് കേരളം ബോധ്യപ്പെടുത്തും. അടുത്ത അറിയിപ്പ്, ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷങ്ങളുടെ ഭാഗമായി സപ്ലൈകോ സംഘടിപ്പിക്കുന്ന ക്രിസ്മസ് ന്യൂ ഇയർ ഫെയർ നാളെ ഡിസംബർ 21 വ്യാഴാഴ്ച മുതൽ ആരംഭിക്കും. സബ്സിഡി സാധനങ്ങൾക്ക് പുറമെ സബ്സിഡി ഇതര സാധനങ്ങൾ വിലക്കുറവിലും ലഭിക്കും. തിരുവനന്തപുരം പുത്തിരിക്കണ്ടം മൈതാനിയിലാണ് സംസ്ഥാനതല ഉദ്ഘാടനം നടക്കുന്നത്. തലസ്ഥാനത്തിന് പുറമെ കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, തൃശൂർ എന്നീ ജില്ലകളിലും ചന്തയുണ്ടാകും. സപ്ലൈകോ ശബരി ഉൽപ്പന്നങ്ങൾക്ക് പുറമെ ഹോർട്ടികോർപ്പിന്റെ പച്ചക്കറിയും മിൽമയുടെ പാല് ഉൽപ്പന്നങ്ങളും ഉണ്ടാകും. അതേസമയം എല്ലാ ജില്ലകളിലും സപ്ലൈകോ ക്രിസ്മസ് ചന്തകൾ ഇല്ല. എന്നാൽ കൺസ്യൂമർ ഫെഡ് ആരംഭിക്കുന്ന ക്രിസ്മസ് പുതുവത്സര ചന്തകൾ എല്ലാ ജില്ലയിലും ഉണ്ടാകും. ഇതിനു വേണ്ടി സർക്കാർ 1,34,00,000 രൂപ അനുവദിച്ചിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളികൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ഇനി പറയുന്നത്. മത്സ്യവകുപ്പിന്റെ സോഫ്റ്റ്വെയർ ആയിട്ടുള്ള FIMS ഫിഷറീസ് ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റത്തിൽ ഇനിയും രജിസ്റ്റർ ചെയ്യാത്ത ക്ഷേമനിധി അംഗങ്ങളുള്ള മത്സ്യത്തൊഴിലാളികളും അനുബന്ധ തൊഴിലാളികളും പെൻഷൻകാരും അതാത് മത്സ്യബോർഡ് ഫിഷറീസ് ഓഫീസുമായി ബന്ധപ്പെട്ട് ഡിസംബർ 31 FIMSൽ അവരുടെ വിവരങ്ങൾ രജിസ്റ്റർ ചെയ്യണം. ഇതിനായി മത്സ്യത്തൊഴിലാളി പാസ്ബുക്ക്, ആധാർ കാർഡ്, റേഷൻ കാർഡ്, ബാങ്കിന്റെ പാസ്ബുക്ക്, ആശ്രിതരുടെ ആധാർ കാർഡ് എന്നിവയുടെ പകർപ്പ് സഹിതം അത് പ്രദേശത്തെ ചുമതലയുള്ള ഫിഷറീസ് ഓഫീസുമായി ബന്ധപ്പെടണം. പെൻഷൻ കൈപ്പറ്റുന്നവർ പെൻഷൻ പാസ്ബുക്ക് കൂടി ഹാജരാക്കണം. ക്ഷേമനിധി പാസ്ബുക്കിൽ 12 അക്ക FIMS ID നമ്പർ ലഭിച്ചവരും മത്സ്യവകുപ്പ് മുഖേന നടപ്പിലാക്കുന്ന സമ്പാദ്യ സമാശ്വാസ പദ്ധതി പ്രകാരം ആനുകൂല്യം ലഭിച്ചവരും വീണ്ടും രജിസ്റ്റർ ചെയ്യേണ്ടതില്ല എന്ന് മത്സ്യ ബോർഡ് കമ്മീഷണർ അറിയിച്ചിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, കേരള കർഷക തൊഴിലാളി ക്ഷേമ ബോർഡ് തിരുവനന്തപുരം ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസിൽ നിന്നും 2017 ഡിസംബർ വരെ കാലാവർഷത്തിന് അപേക്ഷ നൽകിയിട്ടും ആനുകൂല്യം ലഭിക്കാത്ത അംഗങ്ങൾ ഡിസംബർ 23 മുമ്പ് ആധാർ, ബാങ്ക് പാസ്ബുക്ക്, റേഷൻ കാർഡ് എന്നിവയുടെ പകർപ്പും പേര്, മേൽവിലാസം എന്നിവയിൽ വ്യത്യാസം ഉണ്ട് എങ്കിൽ 1 and same സർട്ടിഫിക്കറ്റും ജില്ലാ കർഷക തൊഴിലാളി ഓഫീസിൽ ഹാജരാക്കണം എന്ന് എക്സിക്യൂട്ടീവ് ഓഫീസർ സ്മിത SR അറിയിച്ചിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, ഗ്യാസ് സിലിണ്ടറിലുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് കോഴിക്കോട് ജില്ലയിൽ പാചകവാതക സിലിണ്ടർ വിതരണത്തിൽ അമിത നിരക്ക് ഈടാക്കുന്ന ഏജൻസികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് ജില്ലാ കലക്ടർ സ്നേഹിൽ കുമാർ സിംഗ് അറിയിച്ചു. ചൊവ്വാഴ്ച കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന LPG ഓപ്പറേറ്റർ ഫോറത്തിന്റെ പരാതികൾ കേട്ട ശേഷമാണ് കലക്ടർ ഇക്കാര്യം വ്യക്തമാക്കിയത്. റീഫിൽ സിലിണ്ടർ വീട്ടിൽ എത്തിച്ചു നൽകുന്ന നിരക്ക് നിശ്ചയിച്ചിട്ടുണ്ട്. ഏജൻസി ഷോറൂമിൽ നിന്ന് 5 കിലോമീറ്റർ ദൂരപരിധിയിൽ സൗജന്യ ഡെലിവറിയാണ്. അതിന് ശേഷമുള്ള ഓരോ 5 കിലോമീറ്റർ ദൂരത്തിനും നിരക്ക് നിശ്ചയിച്ചിട്ടുണ്ട്. ഗ്യാസ് വിലയും ട്രാൻസ്പോർട്ടേഷൻ ചാർജും ബില്ലിൽ രേഖപ്പെടുത്തണം. ബിൽ തുക മാത്രമേ ഉപഭോക്താവിന്റെ കയ്യിൽ നിന്നും വാങ്ങാൻ പാടുള്ളൂ. നിശ്ചയിച്ചതിലും കൂടുതൽ തുക ഈടാക്കുന്നതായി തെളിഞ്ഞാൽ ഏജൻസിയുടെ ലൈസൻസ് റദ്ദാക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കും. അമിത തുക ഈടാക്കുന്ന ഏജൻസികൾക്കെതിരെ ഉപഭോക്താക്കൾ
ബന്ധപ്പെട്ടവർക്ക് പരാതി നൽകണമെന്നും പാചകവാതക സിലിണ്ടറിന്റെ തൂക്കത്തിൽ കുറവ് വരുത്തുന്നവർക്കെതിരെയും കർശനമായ നടപടി സ്വീകരിക്കുമെന്നും കലക്ടർ പറഞ്ഞു. ഉപഭോക്താക്കൾ ആവശ്യപ്പെട്ടാൽ സിലിണ്ടറിന്റെ തൂക്കം ബോധ്യപ്പെടുത്തുന്നതിന് ഡെലിവറി വാഹനത്തിൽ തൂക്ക് മെഷീൻ നിർബന്ധമായും വേണം. പാചകവാതക വിതരണ ഗോഡൌണിലും വാഹനങ്ങളിലും മിന്നൽ പരിശോധനകൾ ഉൾപ്പെടെ നടത്തണമെന്നും കളക്ടർ നിർദ്ദേശിച്ചിട്ടുണ്ട്. സിലിണ്ടർ വിതരണവുമായി ബന്ധപ്പെട്ട് അമിത തുക ഈടാക്കുന്ന ഏജൻസിക്കെതിരെ ഓപ്പൺ ഫോറത്തിൽ പരാതികൾ ഉയർന്നിരുന്നു. റെസിഡൻസ് കൂട്ടായ്മകളും ഉപഭോക്തൃ സംഘടനാ പ്രതിനിധികളും വിതരണവും തൂക്കവും സംബന്ധിച്ച പരാതികൾ ഉന്നയിച്ചിരുന്നു. ഗ്യാസ് സിലിണ്ടറുകൾ കൈപ്പറ്റുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ നൽകുന്ന പണത്തിന് നിങ്ങൾക്ക് ബില്ല് നൽകണം. അതിപ്പോൾ വീടുകളിൽ എത്തിച്ചു നൽകുന്ന നിശ്ചിത കൂലിയാണെങ്കിൽ പോലും ബില്ലിൽ രേഖപ്പെടുത്തണം. ബില്ലിലില്ലാത്ത ഒരു അധിക തുകയും നിങ്ങൾ നൽകരുത്. ക്രിസ്മസിനോടനുബന്ധിച്ചുള്ള ഓഗസ്റ്റ് മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ഉത്തരവ് വന്നിട്ടുണ്ട്. ഉത്തരവ് പ്രകാരം ഇന്ന് ഡിസംബർ 20-ാം തീയതി മുതൽ തന്നെ വിതരണം ആരംഭിക്കും എന്നാണ് പറയുന്നത്. ഉത്തരവിലെ വിശദാംശങ്ങളാണ് വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. 2 ഉത്തരവുകളാണ് വന്നിട്ടുള്ളത്. ഇതിൽ ആദ്യത്തേത് 2023 ഓഗസ്റ്റ് മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവാണ്. ഉത്തരവിൽ പറയുന്നത് പ്രകാരം 45,11,117 ഗുണഭോക്താക്കൾക്ക് 2023 ഓഗസ്റ്റ് മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ നൽകുന്നതിന് ആവശ്യമായ 667,15,90,900 രൂപ അനുവദിച്ചു എന്നുള്ളതാണ്. ഇതുകൂടാതെ ദേശീയ സാമൂഹ്യ സുരക്ഷാ പദ്ധതിയിൽ NSAP വരുന്ന ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷൻ, ഇന്ദിരാഗാന്ധി ദേശീയ വികലാംഗ പെൻഷൻ, ഇന്ദിരാഗാന്ധി ദേശീയ വിധവാ പെൻഷൻ ലഭിക്കുന്ന 7,42,429 ഗുണഭോക്താക്കൾക്ക് NSAP വിഹിതം നൽകുന്നതിന് വേണ്ടി 19,15,36,000 രൂപ അനുവദിച്ചതായും ഉത്തരവിൽ വ്യക്തമാക്കുന്നു. ഈ 3 പെൻഷൻ ലഭിക്കുന്ന ആളുകൾക്കും കേന്ദ്ര വിഹിതത്തിന്റെ കുറവുണ്ടാകും. അതായത് 1,300, 1,400 എന്നിങ്ങനെയൊക്കെ ആയിരിക്കും ഇവർക്ക് പെൻഷൻ ലഭിക്കുക. ഉത്തരവിലെ 5-ാം ഖണ്ഡിക പ്രകാരം പെൻഷൻ വിതരണം 20/12/2023 മുതൽ ആരംഭിച്ച് 30/12/2023 വിതരണം പൂർത്തീകരിക്കണം എന്നും പറയുന്നു. 2024 ജനുവരി 5-നകം വിതരണം ചെയ്ത് പൂർത്തീകരിക്കാത്ത തുക കേരള സ്റ്റേറ്റ് സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡിന്റെ പേരിൽ കേരള സംസ്ഥാന സഹകരണ ബാങ്കിന്റെ ഹെഡ് ഓഫീസിൽ തുടങ്ങിയിട്ടുള്ള ബ്രാഞ്ചിലേക്ക് തിരിച്ചടയ്ക്കണം എന്നും പറയുന്നുണ്ട്. ഇനി 2-ാമത്തെ ഉത്തരവ് 2023 ഓഗസ്റ്റ് മാസത്തെ ക്ഷേമനിധി ബോർഡ് പെൻഷൻ അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവാണ്. ഉത്തരവ് പ്രകാരം 2023 ഓഗസ്റ്റ് മാസത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 5,66,941 ഗുണഭോക്താക്കൾക്ക് വിതരണം ചെയ്യുന്നതിന് വേണ്ടി 89,40,69,100 രൂപ അനുവദിച്ചു എന്നുള്ളതാണ് പറയുന്നത്. സർക്കാർ സഹായത്തോട് കൂടി പെൻഷൻ വിതരണം ചെയ്യുന്ന ക്ഷേമ ബോർഡുകളിലെ പെൻഷൻ വിതരണത്തിന് വേണ്ടിയിട്ടുള്ള തുകയാണിത്. 1. കേരള സംസ്ഥാന അസംഘടിത തൊഴിലാളി സാമൂഹ്യ സുരക്ഷാ ബോർഡ്. 2. കർഷക പെൻഷൻ. 3. മത്സ്യത്തൊഴിലാളി പെൻഷൻ. 4. ക്ഷീര കർഷക പെൻഷൻ, ലോട്ടറി തൊഴിലാളി പെൻഷൻ. 6. കയർ തൊഴിലാളി പെൻഷൻ. 7. ഖാദി തൊഴിലാളി പെൻഷൻ. 8. ട്രഡേഴ്സ് വെൽഫെയർ തൊഴിലാളി പെൻഷൻ. 9. ചുമട്ട് തൊഴിലാളി പെൻഷൻ. 10. ആഭരണ തൊഴിലാളി പെൻഷൻ. 11. ചെറുകിട തോട്ടം തൊഴിലാളി. 12. ഈറ്റ കാട്ടുവള്ളി താഴ തൊഴിലാളി. 13. ബീഡി സിഗരറ്റ് തൊഴിലാളി. 14. തയ്യൽ തൊഴിലാളി. 15. കൈത്തറി തൊഴിലാളി. 16. കശുവണ്ടി തൊഴിലാളി. ഇങ്ങനെയുള്ള 16 തൊഴിലാളി ക്ഷേമനിധി ബോർഡുകളിലെ പെൻഷനാണ് സർക്കാർ സഹായത്തോടു കൂടി വിതരണം ചെയ്യുന്നത്. ഇതിൽ കെട്ടിട നിർമ്മാണ തൊഴിലാളിയൊന്നും പെടുന്നില്ല. അത് പ്രത്യേകം പല ആളുകളും കമന്റിലൂടെ ചോദിക്കുന്നത് കൊണ്ടാണ് പറയുന്നത്. ഇവർക്ക് കൂടിയുള്ള പെൻഷൻ വിതരണം ഇന്ന് ആരംഭിക്കും എന്ന് പറഞ്ഞിട്ടുള്ള ഉത്തരവാണ് വന്നിട്ടുള്ളത്. നാളെ തന്നെ തുക മിക്കവാറും ആളുകൾക്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവാനാണ് സാധ്യത. ആർക്കെങ്കിലും തുക നാളെ ലഭിച്ചാൽ അത് താഴെ കമന്റായി രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ ഉത്തരവ് പ്രകാരം പെൻഷൻ വിതരണം ഇന്ന് തുടങ്ങി എന്നുള്ളതാണ്. ആർക്കെങ്കിലും തുക ക്രെഡിറ്റ് ആയിട്ടുണ്ട് എങ്കിൽ താഴെ കമൻ്റ് ആയിട്ടൊന്ന് രേഖപ്പെടുത്തുക. എൻ്റെ അറിവിൽ ആർക്കും തുക ഇതുവരെ എത്തിയിട്ടില്ല. ഇതിനു മുമ്പ് ചില മാസങ്ങളിൽ ഉത്തരവ് വന്നിട്ടും ചില ദിവസങ്ങൾ പെൻഷൻ വിതരണത്തിന് വേണ്ടിയിട്ട് വൈകിയിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു. നാളെ തന്നെ തുക എത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷ. ആർക്കെങ്കിലും തുക ലഭിച്ചാൽ അത് കമൻ്റായി അറിയിക്കാൻ മറക്കരുത്. 5 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം സ്വർണ്ണവില വീണ്ടും 46,000 കടന്നു. ഇന്ന് ഗ്രാമിന് 35 രൂപ വർദ്ധിച്ച് 5,775 രൂപയും പവന് 280 രൂപ വർദ്ധിച്ച് 46,200 രൂപയുമായിട്ടുണ്ട്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക.
മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ദൂരേക്ക്.